സ്വന്തം ജീവിത മാതൃകയിലൂടെ ജപമാല ചൊല്ലുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നവർക്കും പരിശുദ്ധ അമ്മ ഉന്നതമാംവിധം പ്രതിഫലം നൽകുന്നു. ലിയോണിൻ്റെയും ഗലീസിയായുടെയും രാജാവായ അൽഫോൻസ് തൻ്റെ ദാസരെല്ലാം ജപമാല ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ കന്യകയെ ആദരിക്കണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ അരപ്പട്ടയിൽ ഒരു വലിയ ജപമാല തൂക്കിയിടുക പതിവാക്കി. എങ്കിലും നിർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹം ഒരിക്കലും ജപമാല ചൊല്ലിയിരുന്നില്ല. പക്ഷേ ജപമാല ധരിക്കുന്ന ശീലം രാജാവിൻ്റെ രാജസേവകരെ വളരെ ഭക്തിയോടെ ജപമാല ചൊല്ലുവാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഒരു ദിവസം അൽഫോൻസസ് രാജാവ് ഗുരുതരമായ രോഗാവസ്ഥയിലായി. മരണാസന്നതനായി തീർന്ന അദ്ദേഹത്തിന് തൻ കർത്താവിൻ്റെ വിധിപീഠത്തിന് മുമ്പിൽ നിൽക്കുന്നതായുള്ള ഒരു ദർശനം ലഭിച്ചു. രാജാവ് ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിച്ചുകൊണ്ട് ധാരാളം പിശാചുകളും അവിടെ എത്തി. പരമവിധിയാളനായ കർത്താവ് അദ്ദേഹത്തിന് നരകശിക്ഷ നൽകാൻ ഒരുമ്പെട്ടു. ആ സമയത്ത് രാജാവിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ പരിശുദ്ധ മാതാവ് അവിടെ എത്തി. ഒരു തുലാസ് കൊണ്ടുവരുവാനും രാജാവിൻ്റെ പാപങ്ങളെല്ലാം തുലാസിൻ്റെ ഒരു തട്ടിൽ വയ്ക്കുവാനും പരിശുദ്ധ കന്യക കൽപ്പിച്ചു. മറുതട്ടിലാകട്ടെ രാജാവ് സദാ ധരിച്ചിരുന്ന ജപമാല അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത മാതൃക നിമിത്തം അർപ്പിക്കപ്പെട്ടിരുന്ന ജപമാലകളോടൊപ്പം വച്ചു നോക്കി. അത്ഭുതം! ജപമാലകളുടെ തട്ട് താണു വന്നു. മാതാവ് വലിയ കാരുണ്യത്തോടെ രാജാവിനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ജപമാല ധരിച്ചുകൊണ്ട് നീ എനിക്ക് അർപ്പിച്ച ഈ ചെറിയ ആദരവിന് ഒരു പ്രതിഫലമെന്നോണം ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ പുത്രനിൽ നിന്നും ഒരു വലിയ കൃപ നേടിയെടുത്തിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾ കൂടി നിന്റെ ആയുസ് നീട്ടിക്കിട്ടും. ഈ വർഷങ്ങൾ വിവേകപൂർവ്വം ചെലവഴിക്കുമെന്ന് ഉറപ്പുവരുത്തുക. പ്രായശ്ചിത്തം ചെയ്യുക. സുബോധം വീണ്ടുകിട്ടിയ രാജാവ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നിത്യനാശത്തിൽ നിന്നും എന്നെ വിമോചിപ്പിച്ച പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജപമാല വാഴ്ത്തപ്പെടട്ടെ. ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം രാജാവ് ശേഷിച്ച ജീവിതകാലം പരിശുദ്ധ ജപമാലയോടുള്ള ഭക്തി പ്രചരിപ്പിച്ചുകൊണ്ട് ചെലവഴിച്ചു. അദ്ദേഹം നിത്യവും വിശ്വസ്തയോടെ ജപമാല ചൊല്ലിത്തുടങ്ങി.